കൊല്ലം ജില്ലയിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മന്ത്രി പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമായ കൊട്ടാരക്കരയിൽ കിഫ്ബിയിലൂടെ സമഗ്ര വികസനം സാധ്യമാകുകയാണ്. രാഷ്ട്രീയ വിവേചനം കാട്ടാതെ വിമർശനങ്ങൾക്കിടയിലും പല പദ്ധതികളും കൊണ്ടുവന്നത് സർക്കാരിന്റെ നേട്ടമായി മന്ത്രി വിലയിരുത്തുന്നു. നാടറിഞ്ഞും നാട്ടാരെ അറിഞ്ഞുമുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ കൊട്ടാരക്കര മണ്ഡലം നവകേരളത്തിന്റെ ബ്രാൻഡുകളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി സാധ്യമാക്കി. കിഫ്ബി വന്നതിന് ശേഷം ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു. സംസ്ഥാനത്താകെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കിഫ്ബി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെൻറ് ഒരു നല്ലൊരു ഭാഗം, ഒരു 7 വർഷത്തോളം കിഫ്ബിയുടെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ 5 വർഷക്കാലത്താണ്. കാരണം നേരത്തെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും സ്പെൻഡിങ് നടക്കുന്ന ഇവിടെയാണ്. ആകെയുള്ള 38,000 കോടിയിലധികമാണ് ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരു 28,000 കോടിയോളം രൂപ ചിലവായിട്ടുള്ളത് ഈ 5 വർഷക്കാലത്താണ്. കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും നടന്ന വികസന കാര്യങ്ങൾ പോലെ കൊല്ലം ജില്ലയിലും ധാരാളം വികസന കാര്യങ്ങളുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രധാനം പറയേണ്ടത് നമ്മുടെ റോഡുകളാണ്. നാഷണൽ ഹൈവേയുടെ വികസനം ഇപ്പോൾ നടക്കുന്നത് തന്നെ കിഫ്ബി വഴി ഭൂമി എടുക്കുന്നതിന് കിഫ്ബി ആ ലോൺ എടുത്ത് അവർക്ക് കൊടുത്തതുകൊണ്ടാണ്. ഏകദേശം 6,000 കോടിയോളം രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മൾ കൊടുത്തത് സ്ഥലം എടുക്കാൻ വേണ്ടി. രണ്ടാമത് തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ സ്ഥലം എടുക്കുന്നതിൻ്റെ കാര്യങ്ങളായി. മലയോര ഹൈവേ ആദ്യം പൂർത്തീകരിച്ച ജില്ലകളിലൊന്ന് കൊല്ലമാണ്. കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ കൂടിയുള്ള യാത്രാ സൗകര്യം വളരെ വലിയ സൗകര്യമായി മാറിയിട്ടുണ്ട്. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം. വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ സഹായം ഇല്ലാത്ത സ്കൂളുകൾ കുറവാണ്. 100 കണക്കിന് സ്കൂളുകളാണ്. അത് 8 കോടി രൂപ വരെ ചിലവാക്കിയിട്ടുള്ള സ്കൂളുകളുണ്ട്. അതിൻ്റെ താഴോട്ട് ഉള്ള 3 കോടി രൂപയുടെ കിഫ്ബി സ്കൂൾ പദ്ധതി, ചെറിയ LP സ്കൂളിൽ പോലും 1.5 കോടി 1 കോടി 20 ലക്ഷമൊക്കെ കൊടുക്കുന്ന പദ്ധതികൾ എന്ന നിലയിൽ ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകൾ നമ്മുടെ ജില്ലയിലെ ആകെ മോശമായി മാറ്റി. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ തന്നെ മുട്ടറ സ്കൂള്, കുളക്കട സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളുകളാണ്. അതുപോലുള്ള ധാരാളം ഹൈസ്കൂളുകൾ അവിടെ വലിയ മാറ്റങ്ങൾ വന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. കിഫ്ബിയുടെ വിവിധ പദ്ധതികൾക്കു കീഴിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം പുരോഗമിക്കുന്നു. സമാനതകളില്ലാത്ത വികസനമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. വികസനമെത്താത്ത ഒരു പ്രദേശവും കൊട്ടാരക്കരയിൽ ഇല്ല എന്നുള്ളതാണ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയിൽ വ്യവസായ പാർക്കുകൾക്കായിട്ട് പണം സ്റ്റേറ്റിലാകെ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലും ചില സ്കീമുകളുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ അനുവദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്തെ IT പാർക്കും കൊട്ടാരക്കര IT പാർക്കും. IT മേഖലയിലെ ഭൂപടത്തിൽ കൊല്ലം ജില്ലയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കുന്നു. കൊട്ടാരക്കരയിലെ സ്വകാര്യ IT കമ്പനിയായിട്ടുള്ള സോഹോ ഉൾപ്പെടെ വലിയ കമ്പനിയാണത്. വളരെ വലിയ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവരുടെ ക്യാമ്പസ് വന്നു. വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. വർക്ക് നിയർ ഹോം കൊല്ലം കോർപ്പറേഷനിലും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം കൊട്ടാരക്കര മേഖലയിൽ നമ്മൾ നേരത്തെ തിരുവനന്തപുരം കഴക്കൂട്ടം വഴിയുള്ള IT കൊല്ലം ഇടനാഴിയിലെ കാര്യം പറഞ്ഞിരുന്നതാണ്. അതിനകത്ത് ഇത് കൊല്ലത്തും ഒരു IT പാർക്കിൻ്റെ പദ്ധതിയുണ്ട്. അവിടെ സ്ഥലം ഏകദേശം നമ്മുടെ ചിന്നക്കടയോട് ചേർന്ന് തന്നെ സ്ഥലം കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ട്. അവിടെ പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. അവർക്കൂടി ഷെയറുള്ള തരത്തിലേക്കൊരു IT പാർക്കാണ് വരുന്നത്. കൊട്ടാരക്കര IT പാർക്കിൻ്റെ ടെൻഡർ കഴിഞ്ഞു, ഫൈനലൈസ് ചെയ്ത് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികമുള്ള IT പാർക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വ്യവസായ രംഗത്ത്, ആധുനിക വ്യവസായ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പിന്നെ ജലസേചനം, കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ കിഫ്ബിയുടെ വലിയ പങ്കുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ മേഖലയിലും നമുക്ക് മൂലധനം കണ്ടെത്തി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അത് ജില്ലയുടെ അങ്ങ് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇത്തരം ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 67.67 കോടി രൂപയുടെ ധനസഹായമാണ് കിഫ്ബി നൽകിയിരിക്കുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള 3 കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നു. ഇവയിലൊന്ന് 10 നിലയാണ്. 4 നിലകളിലായി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, 5 നിലയുള്ള ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, 10 നിലയുള്ള വാർഡ് ടവർ എന്നിവ വേറെ. ആരോഗ്യമേഖലയ്ക്ക് പുറമെ പൊതുമരാമത്ത് ജോലികൾക്കും കൊട്ടാരക്കരയിൽ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെ പാലം നിർമ്മാണത്തിന് 10.18 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെയുള്ള പാലമാണിത്. മറ്റ് അനുബന്ധമായ മേഖലകളിൽ പ്രധാനപ്പെട്ടാണ് ആശുപത്രികൾ. കൊല്ലം ജില്ലാ ആശുപത്രി അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ആശുപത്രി പണി നടക്കുന്നു. കുണ്ട്രയിലിപ്പം ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കരയിൽ ഒരു ഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ബാക്കി സ്ഥലത്ത് അവിടെ പണി അനുവദിച്ചു കൊടുത്തെങ്കിലും ഭൂമി ഏറ്റെടുക്കണമായിരുന്നു. ഭൂമി ഇല്ലാത്തത് കാരണം പണി നടക്കാത്തൊരവസ്ഥയായിരുന്നു. 60 സെൻറ്റോളം ഭൂമി ഈ സർക്കാർ വന്നതിന് ശേഷം, ഞാൻ MLA ആയതിനു ശേഷമാണ് പ്രത്യേകമായിട്ട് അതിന് ഭൂമി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം വേഗത്തിൽ തന്നെ ആ ഭൂമി ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ കോൺട്രാക്ടർ പണി ചെയ്യാതെ ഇട്ടിട്ട് പോയ ഒരാളായിരുന്നു. അവരെ ഒഴിവാക്കിയിട്ട് പുതിയ കോൺട്രാക്ടർ കൊടുത്തു. അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങി. ശാസ്താംകോട്ട കൊട്ടാരക്കര നീലേശ്വരം കോർട്ട് കോംപ്ലക്സ് റോഡിന്റെ വികസനം ഈ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ സുപ്രധാനമാണ്. 20.80 കോടി രൂപ കിഫ്ബി വഴി ഇതിനനുവദിച്ചിട്ടുണ്ട്. നെടുമങ്കാവ് 6 കുറുകെയുള്ള അറക്കക്കടവ് പാലത്തിന് 10.28 കോടി രൂപയും കിഫ്ബി ധനസഹായം നൽകി. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ 2 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബി ഫണ്ട് വഴി പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. പാലങ്ങൾ, ധാരാളം പാലങ്ങൾ. കൊല്ലം നഗരത്തിൻ്റെ മധ്യത്തിലുള്ള നമ്മുടെ അഷ്ടമണിക്കായലിൻ്റെ സൈഡിൽ കൂടിയുള്ള KSRTC അടുത്തുള്ള റോഡ്, ആ റോഡ് വികസിപ്പിച്ചു. അതിൻ്റെ പാലം വഴിയിൽ എത്തി. അവിടെ നിന്നുള്ള കണക്ടിവിറ്റി ഒരു പ്രശ്നിക്കുമായിരുന്നു. പണത്തിൻ്റെ അല്ല, കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു, ചില ഡിസൈൻ ഇഷ്യൂ. ആ ഡിസൈൻ ഇഷ്യൂ ഇപ്പോൾ പരിഹരിച്ചു. അത് അവിടുന്ന് വലത്തോട്ട് പോയി നേരെ തേവള്ളി ഭാഗത്ത് വലത്തോട്ട് പോയിട്ട് നേരെ അങ്ങ് NH-ലേക്ക് കയറാവുന്ന, ബൈപ്പാസിലേക്ക് കയറാവുന്ന കണക്ടിവിറ്റി എന്ന നിലയിലേക്ക് ആ പണം അനുവദിച്ചു. അതിൻ്റെ പണി ഉടൻ തന്നെ തുടങ്ങും. എല്ലാ സ്ഥലങ്ങളെടുത്താലും ഞാൻ പറഞ്ഞത് മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലം എടുത്ത് പറയുന്നതിന് ഇത്രയൊരു സമയത്തിന് പരിമിതിയുണ്ട്. വലിയ പാലം NH-ൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നമ്മുടെ നീണ്ടകര പാലം ഉൾപ്പെടെയുള്ള പാലങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അല്ലാതെയുള്ള ധാരാളം പാലങ്ങൾ, ഇപ്പോൾ ചവറ മണ്ഡലം എടുത്താൽ എത്ര പാലങ്ങളാണ്, ചെറിയ ചെറിയ തുരുത്തുകളിലേക്കുള്ള പാലങ്ങൾ. കഴിഞ്ഞ ദിവസം അംഗീകരിച്ച പദ്ധതിയിലും കുന്നത്തൂരിന് ഒരു വലിയ പാലം വന്നിട്ടുണ്ട്. അത് കൊല്ലം ടൗണിലെടുത്താൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മൺട്രോത്തുരത്തിലെ കണക്ട് ചെയ്യുന്ന പാലങ്ങൾ, പരൂർ മേഖലയിലെ, ചാത്തന്നൂർ മേഖലയിലെ പുനലൂരൊക്കെ മലയോര ഹൈവേയുടെ ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊട്ടാരക്കര എടുത്താൽ, കുണ്ട്ര എടുത്താൽ എല്ലാ മണ്ഡലം ഒന്നും എടുത്ത് വ്യത്യസ്തമായി പറയേണ്ട കാര്യമില്ല. ചടയമംഗലം ഇപ്പോഴേറ്റവും കൂടുതൽ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ തീരദേശ റോഡുകൾക്ക് തുല്യമായി നമ്മുടെ ഏറ്റവും പഴക്കമുള്ള റോഡാണ് MC റോഡ്. തിരുവനന്തപുരത്തുനിന്ന് കിളിമാനൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, കോട്ടയം, മൂവാറ്റുപുഴ വഴി അങ്കമാലിക്ക് പോകുന്ന റോഡാണെന്ന് നമുക്കെല്ലാം അറിയാം. ഏറ്റവും ജനവാസമുള്ള സ്ഥലമാണ്. അവിടെ ഈ റോഡിന് വീതി വർദ്ധിപ്പിക്കുക, 4 വരി പാതയാക്കുക എന്നുള്ള പദ്ധതി ഇപ്പോൾ അംഗീകരിച്ചിട്ട് 7 ബൈപ്പാസുകൾ, ചെങ്ങന്നൂർ വരെയുള്ള ആദ്യഘട്ടമാണ്. 7 ബൈപ്പാസുകൾ, കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, അതുപോലെ ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, ഈ ബൈപ്പാസുകൾ. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിന് ഇപ്പോൾ തന്നെ പണം നേരത്തെ അനുവദിക്കുകയും പദ്ധതി അനുവദിക്കുകയും സ്ഥലമെടുപ്പിൻ്റെ മിക്കവാറും നടപടിക്രമങ്ങൾ 11-1 നോട്ടിഫിക്കേഷൻ വരെ ആയി കഴിഞ്ഞു. വാല്യുവേഷൻ നടക്കുകയാണ്. അത് ഡിസൈനുമായിട്ടുണ്ട്. ഏകദേശം 250 കോടി രൂപ ബൈപ്പാസിനായിട്ട് ഇന്നലെ കൂടിയ കിഫ്ബി കമ്മിറ്റി തന്നെ അതിൻ്റെ പ്രൊജക്റ്റിനും അനുവദിച്ച് മാറ്റിയിട്ടുണ്ട്. സ്ഥലമെടുപ്പും അതിൻ്റെ പണിയാവും. 5400 കോടിയാണ് ഈ MC റോഡിൻ്റെ 1ാം ഘട്ടത്തിന് വേണ്ടി കിഫ്ബി ബോർഡിൽ അംഗീകരിച്ചത്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ റോഡ് കടന്നു പോകുന്ന ഒരു ജില്ല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 1,10,10,000 കോടിയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ 1,10,000 കോടി പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ 10-30 വർഷം കൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പോലും പൂർത്തീകരിക്കാത്ത പ്രവർത്തനങ്ങൾ വേഗത്തിലെടുക്കുന്നതാണ് കിഫ്ബി.